സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് 10 വർഷത്തോളമായി പൊന്നാനി കേന്ദ്രീകരിച്ച് പൊന്നാനി വലിയ പള്ളിയിൽ പൊന്നാനി മൗലിദ് എന്ന പേരിൽ നടത്തിവരുന്ന പൊന്നാനി മൗലിദ് ഈ വർഷത്തേത് ആഗസ്റ്റ് 12-ാം തീയതി ബുധനാഴ്ച നടക്കുകയാണ്. ആ ജനകീയമായ ആത്മീയ സംഗമം ഈ വർഷത്തെ ആഘോഷങ്ങൾ ഖൽബിലുണ്ട് എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രമേയത്തിലാണ് മീലാദാഘോഷങ്ങൾ നടക്കുന്നത്. പൊന്നാനി മൗലിദോടുകൂടെ മലപ്പുറം ജില്ലയിലെ മൗലിദ് ആഘോഷങ്ങളുടെ മീലാദാഘോഷങ്ങളുടെ തുടക്കം കുറിക്കും. പൊന്നാനി എന്നത് പ്രത്യേകിച്ചും മൗലിദുകളുടെ ഒരു നാടാണ്. പ്രത്യേകിച്ച് മങ്കൂസ് മൗലിദ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രചിച്ച മങ്കൂസ് മൗലിദിനെ, അതുപോലെ തന്നെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് പൊന്നാനിയും അടുത്ത പ്രദേശങ്ങളിലൊക്കെ മൺമറഞ്ഞു പോയ ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠരുടെ പ്രകീർത്തന കാവ്യങ്ങളും രചനകളും ഒരുപാടുണ്ട്. അപ്പോൾ പൊന്നാനി ഒരു പ്രകീർത്തനങ്ങളുടെ മൗലിദുകളുടെ നാടാണ്. തീർത്തും നമുക്കറിയാം, മാലയുടെയും മൗലിദുകളുടെയും പ്രവാചക പ്രകീർത്തനങ്ങളുടെയും ഒക്കെ മദ്ഹുകളുടെ പാരമ്പര്യമാണ് മുസ്ലിങ്ങളുടേത്. മങ്കൂസ് മൗലിദ് തന്നെ നൂറ്റാണ്ടുകൾ പിന്നിട്ട് ഇപ്പോഴും അതിൻ്റെ തനിമയോടുകൂടെ തന്നെ അത് മുസ്ലിമീങ്ങൾ ഇപ്പോഴും ഇവിടെയും മറ്റൊക്കെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് മൊത്തം പ്രശസ്തി ആർജിച്ച ഒന്നാണ് മങ്കൂസ് മൗലിദ്. അപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളിൽ ആത്മീയമായും അതുപോലെ സാംസ്കാരികമായും ഒക്കെ ചിട്ടപ്പെടുത്തിയിരുന്നത് അത് പൂർവികരായ ആളുകളുടെ അവർ സമ്മാനിച്ച അവരുടെ ഓർമ്മകളാണ് മൗലിദുകൾ. അത് മുസ്ലിങ്ങൾക്ക് നൽകിയിരുന്ന ഒരു ആത്മീയമായ പുരോഗതിയും അതുപോലെ സാംസ്കാരികമായ ഒരു ചിട്ടയും ഉണ്ടായിരുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ. എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റ് ഉപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം CV റോഡ്, പൊന്നാനി. പുതിയ കാലത്ത് സാംസ്കാരികമായ അധപ്പതനങ്ങളിലൂടെ പലതും കടന്നു വന്നപ്പോൾ അവക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു വേദന സാഹചര്യത്തിൽ അത് തിരിച്ചു പിടിക്കുക എന്നതുകൂടി ഈ നമ്മുടെ പൊന്നാനി മൗലിദ് അതിൻ്റെ ഒരു ലക്ഷ്യങ്ങളിൽ, അതിൻ്റെ ഒരു താല്പര്യങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ വീടുകളിലും അതുപോലെ തന്നെ മത്സ്യബന്ധനയാനങ്ങളിലും അതുപോലെ വീഡിയോകളിലും മുസ്ലിമീങ്ങൾ ഇവിടെ ഓതിക്കൊണ്ടിരുന്ന മൗലിദുകളൊക്കെ ആ ഒരു അർത്ഥത്തിൽ തന്നെ പുതിയ തലമുറക്ക് കൈമാറുക എന്നതുകൂടി ഇതിലുണ്ട്. മങ്കൂസ് മൗലിദ് എന്നതിൻ്റെ പശ്ചാത്തലം നമുക്കൊക്കെ ചരിത്രത്തിൽ നിന്നറിയാം. പൊന്നാനി പ്രദേശത്ത് പരിസരങ്ങളിലും പടർന്നു പിടിച്ച സാംക്രമികമായ ഒരു രോഗം അത് ജനങ്ങളെ മരണത്തിലേക്കും മറ്റുമൊക്കെ അപകടങ്ങളിലേക്ക് കൊണ്ടപ്പോൾ ഒരുപാട് ആളുകൾ മരിച്ച് പോയൊരു സാഹചര്യത്തിൽ ഇവർ ഓടിയെത്തി സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളോട് കാര്യം പറഞ്ഞപ്പോൾ അവിടെ നിന്ന് രചിച്ച് നൽകിയ ആ പ്രവാചക പ്രകീർത്തനമാണ് മങ്കൂസ് മൗലിദ്. അത് ഇന്നും നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും അതിൻ്റെ ആ ഒരു ഓർമ്മ പുതുക്കി ഇപ്പോഴും പൊന്നാനിയിലെ ദേശത്ത് ആ കാര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ. ഈ പൊന്നാനി മൗലിദ് അതിൻ്റെ മുന്നോടിയായിട്ട് പല പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നു. തുടക്കം കുറിച്ച് കഴിഞ്ഞു, പലതും നടന്നു വരുന്നു. അത് പീഡിക മൗലിദ്, അതുപോലെ തന്നെ ബോട്ട് മൗലിദ്, അതുപോലെ പഴമക്കാരുടെ മൗലിദ്, അതുപോലെ വളണ്ടിയർ സ്നേഹസംഗമം, നാടുണർത്തൽ, അതുപോലെ സ്വലാത്ത് ജാഥ, അങ്ങനെ തുടങ്ങിയുള്ള പല പരിപാടികളും പൊന്നാനി മൗലിദിൻ്റെ ഭാഗമായി നേരത്തെ നടക്കും. പൊന്നാനി മൗലിദിന് തുടക്കം കുറിച്ച് 12-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് സിയാറത്ത് പള്ളിയിൽ നിന്ന് വലിയ ജുമാഅത്ത് പള്ളിയിലേക്ക് സ്വലാത്ത് ജാഥ നടക്കും. അതിൽ 100 കണക്കിന് വിശ്വാസികൾ അണിനിരക്കും. തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ ബഹുമാനപ്പെട്ട KM മുഹമ്മദ് ഖാസിം കോയ ഹാജി ഉസ്താദ് അവറുകൾ പതാക ഉയർത്തും. ശേഷം നടക്കുന്ന സമൂഹ സിയാറത്തിന് സയ്യിദ് സീദിക്കോയ തങ്ങൾ നീറ്റിക്കൽ ബുഖാരി അവറുകൾ നേതൃത്വം നൽകും.
ശേഷം 7 മണിക്ക് നടക്കുന്ന പൊന്നാനി മൗലിദ് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് റഈസുൽ ഉലമ ഈ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ആ ചടങ്ങിൽ വെച്ച് തന്നെ ബഹുമാനപ്പെട്ട കാസിം കോയ ഉസ്താദ് രചിച്ച പുസ്തകം പൊന്നാനി, മലബാറിലെ മക്കയായ പൊന്നാനി, മക്ബറകളുടെ നാട് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവും ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് നിർവഹിക്കും. തുടർന്ന് അബ്ദുൽ മജീദ് ഹസനി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പൊന്നാനി മഖ്ദൂം MP മുത്തുക്കോയ തങ്ങൾ അതുപോലെ തന്നെ പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കും. സയ്യിദ് ഹബീബ് തുറാബ് തങ്ങൾ, അഷ്റഫ് ഹാജി, SIK തങ്ങൾ മൂതൂര്, അബ്ദുള്ള ബാക്കവി ഇയ്യാട്, യൂസുഫ് ബാക്കവി മാറഞ്ചേരി തുടങ്ങിയുള്ള പണ്ഡിതന്മാരും അതുപോലെ തന്നെ പ്രമുഖരും ആ ചടങ്ങിൽ സംബന്ധിക്കും. 10 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന പൊന്നാനി മൗലിദ് വിപുലമായ ഒരുക്കങ്ങളാണ് സ്വാഗത സംഘം സജ്ജീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി വ്യത്യസ്തമായ ആത്മീയ സദസ്സുകൾ പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോട്ട് മൗലിദ്, പഴമക്കാര മൗലിദ്, പീഡിക മൗലിദ്, ഇങ്ങനെ പഴയകാലത്ത് ഉണ്ടായിരുന്ന ആത്മീയ സദസ്സുകളും മൗലിദുകളും ഒക്കെ സജീവമാക്കിക്കൊണ്ടിരിക്കുകയാണ് പൊന്നാനി മൗലിദിൻ്റെ ഭാഗമായി. വളരെ ആയിരക്കണക്കിന് ആളുകൾക്ക് ആത്മീയമായ ശാന്തിയും സമാധാനവും മനസ്സമാധാനവും നൽകുന്ന ഒരു വലിയ ആത്മീയ സദസ്സാണ് ഈ വരുന്ന 12-ാം തീയതി പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിൽ നടക്കാൻ പോകുന്നത്. ആ പരിപാടിയിലേക്ക് എല്ലാവരെയും ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ്. ആ പരിപാടിയിൽ വെച്ച് ഈ വർഷം വ്യത്യസ്തമായ ഒരു പരിപാടി നടക്കുകയാണ്. പൊന്നാനി മൗലിദിൽ വെച്ച് തന്നെ പ്രത്യേകമായൊരു പ്രോഗ്രാം അഭിമന്യരായ കേരള ഹജ്ജ് കമ്മിറ്റി മുൻ മെമ്പറും കൂടിയായ പൊന്നാനിയിലെ ആത്മീയ നേതൃത്വമായ മുഹമ്മദ് കാസിം കോയ ഉസ്താദ് രചിച്ച പൊന്നാനിയിലെ മക്ബറകൾ എന്ന മഹത്തായ കൃതി ഇന്നേവരെ ആരും രചിക്കാത്ത ഒരു വലിയ ആത്മീയ ആളുകൾക്ക് വലിയ അറിവ് നൽകുന്ന അതിൻ്റെ പ്രകാശനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ അധ്യക്ഷൻ, പ്രസിഡൻറ്റ്, അഭിമന്യരായ നേതാവ് ഈ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവറുകൾ, പൊന്നാനിയുടെ പള്ളിയുടെ പ്രസിഡൻറ്റും കാളിയുമായ മുത്തുകോയ തങ്ങൾ സയ്യിദ് അവറുകൾക്ക് നൽകി അതിൻ്റെ പ്രകാശനം, അതിൻ്റെ ഉദ്ഘാടനം ഈ മഹനീയ ആത്മീയ സദസ്സിൽ വെച്ച് നടത്തുക എന്നത് അത് വലിയൊരു പുതുമയുള്ളതും ഒരു പ്രത്യേകതയുള്ള ഒരു പരിപാടി കൂടിയാണ്. സ്വപ്നങ്ങൾ കാണാൻ മാത്രമല്ല അവയെ ജീവിതമാക്കാൻ ഒരുങ്ങുന്ന ഒരു ടൗൺഷിപ്പുണ്ട്, ബെക്കോറ സ്കൈ സിറ്റി. മലപ്പുറത്തിന്റെ ഹൃദയഭാഗത്ത് പൊന്നാനിയിൽ ഉയരുന്ന വേൾഡ് ക്ലാസ് ഭാവിയെ മുൻനിർത്തി രൂപകൽപ്പന ചെയ്ത ഒരു പ്രീമിയം ടൗൺഷിപ്പ്. ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു അപ്പാർട്ട്മെന്റ് മാത്രമല്ല, സുരക്ഷയും സൗകര്യവും സന്തോഷവും ഒരുമിക്കുന്ന ഒരു കംപ്ലീറ്റ് ലക്ഷറി ടൗൺഷിപ്പ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങളുടെ കുട്ടികളുടെ ബാല്യവും മാതാപിതാക്കളുടെ സമാധാനവും നിങ്ങളുടെ നാളെയുടെ ലൈഫ് സ്റ്റൈലും ഒരേ അഡ്രസ്. ബെക്കോറ സ്കൈ സിറ്റി, where life comes together. Book your dream home today. മലബാറിലെ മക്കയായ പൊന്നാനി ലോകത്ത് വിശ്വസിക്കപ്പെട്ടത് ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്മൂദി അള്ളാഹു തങ്ങളും കുത്തുബുസ്സമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഹൈദറോസി പോലെയുള്ള മഹാരഥങ്ങളായ മഹാന്മാരാണ് പൊന്നാനിക്ക് താങ്ങും തണലുമായി പൊന്നാനിയെ ലോകത്ത് വിശ്വസിക്കപ്പെട്ട ഒരു സ്ഥാനത്ത് എത്തിച്ചത്. ലോകത്ത് ഒരുപാട് സ്ഥലമുണ്ട്. മലബാറിലെ മക്കയായ എന്നറിയപ്പെട്ടത് ബഹുമാൻ മുഹമ്മദ് ഉപ്പാപ്പയും അതിൽ ബന്ധപ്പെട്ട മഹാരഥങ്ങളായ മഹദൂമിയങ്ങളും എല്ലാം കൂടി തന്നെയാണ്. അത് ഈ കാലഘട്ടത്തിൽ ഇപ്പം എന്ന് വെച്ചാൽ പലതും കടന്നുകൂടിയ ഒരു ദീൻ പലതും കടന്നുകൂടിയ കാലഘട്ടം. പെങ്ങളെ വിവാഹം കഴിക്കാൻ പറയുന്ന കാലഘട്ടം. സ്വന്തം സഹോദരിയെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വന്ന പെങ്ങളെ പോലും കല്യാണം വിവാഹം കഴിക്കാം എന്ന് പറയുന്ന ഒരു കാലഘട്ടം നമ്മുടെ. അപ്പോൾ ഇതൊക്കെ വലിയൊരു അപകടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മൗലിദിന് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വലിൻ്റെ വിളംബരം കൂടിയാണിത്. റബീഉൽ അവ്വലിൻ്റെ വിളംബരം എന്ന് പറഞ്ഞാൽ
ലോകത്ത് അന്ന് മാസം സഫർ 28 ഈ വരുന്ന 12-ാം തീയതി ബുധനാഴ്ച. അപ്പോൾ ലോകത്തേക്ക് സന്ദേശം എത്തിക്കുകയാണ്. റബിയ വസന്തത്തിൻ്റെ പൂക്കാലം, അസ്റഫുൽ ഖൽഖ് മുത്ത് റസൂൽ ജന്മദിനം. മുത്ത് റസൂൽ ജന്മദിനം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഒരു വിളംബരം കൂടിയാണ് മലബാറിലെ മക്കയായ പൊന്നാനി വലിയ ജമാഅത്ത് വിളിച്ച് നടക്കുന്നത്. അതോടനുബന്ധിച്ച് നമുക്ക് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കവാടം, അതിന് തുടക്കം ഒരു വിളംബരത്തിൻ്റെ സലാത്ത് ജാഥയാണ്. സലാത്ത് ജാഥ സിയാർ ജമാഅത്ത് പൊന്നാനിലെ ആദ്യത്തെ പള്ളിയിൽ നിന്ന് അഭിപ്രായമുണ്ട്, രണ്ടാമത്തെ പള്ളിയിൽ നിന്ന് അഭിപ്രായമുണ്ട്, തോട്ടുക പള്ളിയാണ് ഒന്നാമത്തെ അഭിപ്രായമുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഒരു കാതല വശമുണ്ട്. അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. കാരണം അതിനൊക്കെ സിയാർ ജമാഅത്ത് പള്ളിയിൽ ഇബ്രാഹിം ഖ്വാജ മഖ്ദൂം വലിയുല്ലാഹിയുടെ, അതായത് അവ്വൽ സൈനുദ്ദീൻ മുഹമ്മദിൻ്റെ എളാപ്പയാണ് എടുക്കുന്നത്. എളാപ്പയുടെ ചാരത്തു നിന്നാണ് ഈ തുടങ്ങും സിയാറത്ത് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് പുറപ്പെടും. നൂറുകണക്കിലുള്ള മുഅ്മിനീങ്ങൾ അതിന് യോജിക്കുന്ന ആളുകളൊക്കെ എല്ലാം സഹകരിച്ചുകൊണ്ട് അത് ജമാഅത്ത് പള്ളിയിൽ പോയി നിർവഹിക്കും. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുന്നുണ്ട്. ഇപ്പം ഇന്ന് പീഡിക മൗലിദാണ്, ഇന്നലെ നാട്ടുകാരുടെ മൗലിദായിരുന്നു, വോട്ട് മൗലിദ് കഴിഞ്ഞു. ഓരോ പരിപാടിയും ആ ഷെഡ്യൂൾ പഴമക്കാർ നിലനിർത്തിയതുപോലെ പഴമക്കാരോട് എന്താ കാണിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ റബീഉൽ അവ്വൽ നമ്മൾ വിളംബരം എന്ന് പറഞ്ഞാൽ അത് ലോക വിളംബരം തന്നെയാണ് പൊന്നായി നടക്കുന്നത്. പറയാം 28 നമുക്ക്, സൗദി 29. അപ്പോൾ ഇതിന് വിളംബരം റഹ്മത്തുള്ളാഹി മുത്ത് റസൂൽ റബീഉൽ അവ്വലിൻ്റെ ആ കവാടമാണ് തുറക്കുകയാണ് പൊന്നാനി മലബാർ മക്കയ സ്ഥലത്ത്. ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഹദുപ്പാപ്പ പൊന്നാനെ സംബന്ധിച്ചിടത്തോളം പറയും, ആയിരക്കണക്കിൽ ഈ കോളർ പിടിച്ചുകൊണ്ട് ഒന്ന് വയറിളകും, അപ്പം തന്നെ മരണപ്പെടും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ വിഷമിച്ചൊരു കാലഘട്ടം. ഈ കോളർ പിടിച്ച രോഗികളെ കൊണ്ടുവരുന്ന സ്ഥലം ഇവിടെ അന്ന് പഴയ കുദ്ദാമെന്നാണ് പറയരുത്. ഇവിടെയാണ് ഈ നമ്മുടെ ഈ പരിസരത്ത് തന്നെയാണ്, ഈ സ്ഥലത്ത് തന്നെയാണ് അന്ന് കോളർ പിടിച്ചവരൊക്കെ കൊണ്ടുവന്നത്. ഈ കൊണ്ടുവരുന്ന ആളും കുറച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ അയാൾ മരിക്കുകയാണ്. അന്നൊരു കാലഘട്ടത്തിന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവ്വൽ സൈനുദ്ദീൻ മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി, സൈനുദ്ദീൻ മുഹമ്മദ് അള്ളാഹു വളരെ വ്യക്തമായ നിരക്ക് ഈ സുബ്ഹാന മൗലിദ്, സർഫുൽ അനാം, ലോകത്ത് മങ്കൂസ് മൗലിദ്, ലോകത്ത് എല്ലാ ഇപ്പം യമനികൾ മങ്കൂസ് മൗലിദ് പോകുന്നുണ്ട്. മിസ്റിൽ, ഈജിപ്തിൽ, ഇന്തോനേഷ്യയിൽ, മലേഷ്യയിൽ, ലോക രാഷ്ട്രം മുഴുവൻ മങ്കൂസ് മൗലിദ് മുഹദുപ്പാപ്പ എഴുതിയ മലബാർ മക്ക പൊന്നാനെ വിശ്വസിക്കപ്പെട്ട അവ്വൽ സൈനുദ്ദീൻ മുഹമ്മദ് ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഫത്ഹുൽ മുഈൻ രണ്ടാമത്തെ മഹാന എഴുതിയ കിതാബ് സാനി സൈനുദ്ദീൻ മുഹമ്മദ് റഹ്മത്തുള്ളാഹി, ഞാൻ പറഞ്ഞായിരുന്നു ലോകത്ത് ഒരുപാട് സംരംഭം കാണിച്ചൊരു മഹാനായിരുന്നു എടുക്കുന്നത്. അവർ ഓർമ്മിക്കുമെന്ന് ആ പവിത്രമായ പഴമയെ നിലർത്തുക തെയ്യാമെന്നാണ് പാരമ്പര്യമായിട്ട്. ഒരു പൈശാചികമായ ഒന്നും കടന്നുകൂടാതെ ആ മുസ്തഖീമായ ചൊവ്വായ വഴി നമുക്കൊന്ന് കാണിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഇതിൻ്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ നമ്മൾ ആത്മീയതയും ഉയരണം. നമ്മൾ പറയുമ്പോൾ തന്നെ പ്രവർത്തിക്കണം, നമ്മൾ പ്രവർത്തിക്കണം, ആദ്യം പ്രവർത്തിച്ച് കാണിക്കണം. അതിനെ പ്രവർത്തനത്തിന് എന്താവുള്ളൂ, നമ്മളൊക്കെ മരിക്കേണ്ടവരാണ്. ഒന്നും കൂടി വിശ്വസിക്കപ്പെടുന്ന വിഷയമാണ്. മരണം എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അത് ആത്മീയതയിൽ കടക്കണം. ഈ കാലം അതാണ്, അനിവാര്യമാണ്. എന്തൊക്കെ സാമ്പത്തിക തകർച്ച, മാനസികമായ വിഷമം, ഓരോ കുടുംബത്തിനും ഓരോ സഹോദരങ്ങളും നമ്മൾ ഇരിക്കുന്നവർക്കൊക്കെ വിഷമ പ്രയാസങ്ങളുണ്ട്. അതിനൊരു പരിഹാര മാർഗ്ഗമാണ് ഈ മൗലിദ്, പൊന്നാനി മൗലിദ് വിളംബരവും. റസൂലുള്ളാഹിയുടെ ജന്മദിനത്തിന് വിളംബരമാണ്. അതുകൊണ്ട് നിങ്ങളുടെ സഹായം ആത്മാർത്ഥമായി സഹകരിച്ചേ പറ്റൂ. 3000-ൽ പരം ആളുകൾക്ക് ഭക്ഷണം വൈകുന്ന, പിന്നെ പൊന്നാനിലെ ഉമോങ്ങന്മാർ ത്യാഗം സഹിച്ചുണ്ടാക്കുന്ന പലഹാരങ്ങൾ. അന്നത്തെ ദിവസം പെരുന്നാളാണ് സത്യം, വിളംബരത്തിൻ്റെ ദിവസം. എല്ലാ പൊന്നാനിലും ഉമോങ്ങന്മാരും സഹോദരന്മാരും ഇതിനു വേണ്ടി ഒഴിക്കണം. Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.